നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ യൂണിറ്റായ ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, ഈ യൂണിറ്റിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹു വാസ് ദ ഫസ്റ്റ് പോർച്ചുഗീസ് സെയിലർ ടു റീച്ച് കേരള? കേരളത്തിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സെയിലർ, പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു? വാസ്കോഡ ഗാമ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഇയർ ഡിഡ് വാസ്കോഡ ഗാമ അറൈവ് ഇൻ കേരള? ആൻസർ: 1498. ഏത് വർഷമാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നത്? 1498 വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വെൻ വാസ്കോഡ ഗാമ അറൈവ്ഡ് ഇൻ കേരള ഹു വാസ് ദ റൂളർ ഓഫ് കോഴിക്കോട്? ഈ വാസ്കോഡ ഗാമ കേരളത്തിൽ വന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? ദ സാമോറിൻ. ആരായിരുന്നു? സാമൂതിരി അല്ലേ? സാമൂതിരി ആയിരുന്നു കാലിക്കട്ട് അല്ലെങ്കിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് വാസ് ദ മെയിൻ ട്രേഡ് സെൻറ്റർ ഓഫ് ദി പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന ട്രേഡ് സെൻറ്റർ എന്ന് വെച്ചാൽ വ്യാപാര കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? ഗോവ, ദാമൻ ആൻഡ് ദിയു. ഗോവയും ദാമനും ദിയു. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ആർ ദ ഫോർട്ട്സ് വാസ് ബിൽറ്റ് ബൈ ദ പോർച്ചുഗീസ് ഇൻ കേരള? കേരളത്തിൽ പോർച്ചുഗീസുകാർ പണിത കോട്ടകൾ ഏതെല്ലാമായിരുന്നു? കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ. തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും ആൻഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും. അടുത്ത ക്വസ്റ്റ്യൻ: ഹു വെയർ ദ സോ കാൾഡ് പറങ്കീസ്? പറങ്കീസ് എന്ന് നമ്മൾ പറയുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ് നമ്മൾ പറങ്കികൾ അല്ലേ എന്ന് പറയുന്നത്. അടുത്തത്: വിച്ച് ഓഫ് ദീസ് ക്രോപ്സ് വാസ് കൾട്ടിവേറ്റഡ് ഇൻ അവർ കൺട്രി ബൈ ദ പോർച്ചുഗീസ്? ഏതൊക്കെ ക്രോപ്സ് ആണ് പോർച്ചുഗീസുകാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ നമ്മുടെ രാജ്യത്തിന് ലഭിച്ചത്? പൈനാപ്പിൾ, കൈതച്ചക്ക, ഗുവാവ, പേരയ്ക്ക, പപ്പായ, റെഡ് ചില്ലി, വറ്റൽമുളക്, കാഷ്യൂ, കശുവണ്ടി, ടൊബാക്കോ, പുകയില. അടുത്തത്: വിച്ച് ആർട്ട് ഫോം ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി പോർച്ചുഗീസ് കണക്ഷൻ? പോർച്ചുഗീസുമായിട്ടുള്ള കണക്ഷൻ വഴി നമുക്ക് ലഭിച്ച ആർട്ട് ഫോം ഏത് ആർട്ട് ഫോമാണ്? ഏത് കലാരൂപമാണ്? ചവിട്ടുനാടകം. ഏതാണ്? ചവിട്ടുനാടകം. 9ാമത്തെ ക്വസ്റ്റ്യൻ: ഹു വെയർ ദ അതർ പോർച്ചുഗീസ് സെയിലേഴ്സ് ഹു കെയിം ടു കേരള ഫോർ ട്രേഡ് ആഫ്റ്റർ വാസ്കോഡ ഗാമ? വാസ്കോഡ ഗാമയ്ക്ക് വേണ്ടി ശേഷം വ്യാപാരത്തിനായി നമ്മുടെ നാട്ടിലെത്തിയ പോർച്ചുഗീസ് സെയിലേഴ്സ്, മറ്റ് പോർച്ചുഗീസ് സെയിലേഴ്സ് ആരൊക്കെയായിരുന്നു? മറ്റ് പോർച്ചുഗീസ് നാവികന്മാർ അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. ആരൊക്കെയാണ്? അൽമേഡയും അൽബുക്കർക്കും. അടുത്തത് നമ്മുടെ ഡച്ചുകാരുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് വെയർ ദ മെയിൻ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി ഡച്ച്? ഡച്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? കൊല്ലം, കൊച്ചി ഇവയായിരുന്നു. അടുത്തത്: വാട്ട് വാസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഡച്ച്? ഡച്ചുകാരുടെ പ്രധാന സംഭാവന ഏതായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം അല്ലേ? അടുത്തത്: ഹു വാസ് ദ ഡച്ച് ഗവർണർ ഹു റോട്ട് ദ ബുക്ക് ഹോർത്തൂസ് മലബാറിക്കസ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് എഴുതിയ ഡച്ച് ഗവർണർ ആരായിരുന്നു? വാൻ റീഡ്. ആരാണ്? വാൻ റീഡ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ: ഹു വാസ് ദ മലയാളി ഹു ഹെൽപ്ഡ് വാൻ റീഡ് ടു പ്രിപ്പയർ ഹോർത്തൂസ് മലബാറിക്കസ്? ഈ ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കാൻ വേണ്ടിയിട്ട് വാൻ റീഡിനെ സഹായിച്ച മലയാളി ആരായിരുന്നു? ഇട്ടി അച്യുതൻ വൈദ്യർ. ആരാണ്? ഇട്ടി അച്യുതൻ വൈദ്യർ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് വാസ് ദ ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിന്റഡ് ഇൻ മലയാളം സ്ക്രിപ്റ്റ്? മലയാളം ലിപിയിൽ, മലയാള ഭാഷയിൽ പ്രിന്റ് ചെയ്ത ആദ്യത്തെ ബുക്ക്, മലയാളം ലിപിയിൽ പ്രിന്റ് ചെയ്ത ആദ്യത്തെ ബുക്ക് ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം. ഹു വാസ് ദ യൂറോപ്യൻ പവർ നോൺ ആസ് ലെന്തൻസ്? ലെന്തൻസ് എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തി ആരാണ്? ഡച്ചുകാർ അല്ലേ? പറങ്കീസ് എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. അടുത്ത ക്വസ്റ്റ്യൻ: ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ വാസ് ഫോർട്ട് ബിറ്റ്വീൻ ഹൂം? ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്? ബിറ്റ്വീൻ ഡച്ച് ആൻഡ് മാർത്താണ്ഡവർമ്മ. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ ടേക്സ് പ്ലേസ്? ഏത് വർഷമാണ് കുളച്ചൽ യുദ്ധം നടന്നത് എന്നായിരുന്നു? 1741. അടുത്തത്: വിച്ച് വാർ കോസ്ഡ് ദ ഡച്ച് ടു ലോസ് ദെയർ ബേസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ
ഡച്ചുകാരുടെ അടിസ്ഥാനം നഷ്ടപ്പെടുത്തിയത് ഏത് യുദ്ധമായിരുന്നു? ഏതായിരുന്നു? ബാറ്റിൽ ഓഫ് കൊളച്ചൽ യുദ്ധമായിരുന്നു ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടപ്പെടുത്തിയത്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇവന്റ് ദാറ്റ് ലെഡ് ടു ദ ബാറ്റിൽ ഓഫ് കൊളച്ചലിലേക്ക് നയിച്ച സംഭവം ഏതായിരുന്നു? ട്രേഡ് ഡിസ്പ്യൂട്ട്സ് എന്ന് വെച്ചാൽ വ്യാപാര തർക്കങ്ങൾ എന്നാണ് അർത്ഥം. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ഹോർത്തൂസ് മലബാറിക്കസ് പബ്ലിഷ് ഫ്രം? എവിടെ നിന്നാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് പബ്ലിഷ് ചെയ്തത്? ആംസ്റ്റർഡാം ഇൻ ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് പബ്ലിഷ് ചെയ്തത്. ഹു വാസ് ദ പേഴ്സൺ ഹു ഹെൽപ്ഡ് വാൻ റീഡ് പ്രിപ്പയർ ഹോർത്തൂസ് മലബാറിക്കസ്? ഹോർത്തൂസ് മലബാറിക്കസ് പ്രിപ്പയർ ചെയ്യാൻ ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡിനെ സഹായിച്ചത് ആരെല്ലാമായിരുന്നു? ഒരു മലയാളി ഉണ്ട്, അതാരാ? നമ്മൾ നേരത്തെ പറഞ്ഞതാ, ഇട്ടി അച്യുതൻ വൈദ്യർ, പിന്നെ രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പു ഭട്ട്, അവരൊക്കെയാണ്. അപ്പോൾ വാൻ റീഡിനെ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രിപ്പയർ ചെയ്യാൻ സഹായിച്ചത് ഇട്ടി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പു ഭട്ട്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹോർത്തൂസ് മലബാറിക്കസ് റെഫറിങ് ടു? ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ എന്താണുള്ളത്? മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. അതിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ എന്തായിരുന്നു ഉള്ളടക്കം? മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള, കേരളത്തിലെ ഔഷധ സസ്യങ്ങൾ അല്ലേ, മെഡിസിനൽ പ്ലാന്റ്സ് ആയിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നത്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇയർ ഡച്ച് കെയിം ടു ട്രേഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് ഡച്ചുകാർ കച്ചവടത്തിനായിട്ട് വന്ന വർഷം എന്നായിരുന്നു? 1602. 1602. 1602. മനസ്സിലായോ? ഡച്ചുകാരെ കുറിച്ചുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, അത് നമ്മുടെ ഇംഗ്ലീഷുകാരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വെൻ വാസ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത് ഏത് വർഷമാണ്? 1664. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ട്രേഡ് സെൻറ്റർ, വ്യാപാര കേന്ദ്രം ഏതായിരുന്നു? സൂറത്ത്, ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ ഇയർലി ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാലത്തെ ട്രേഡ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? പിന്നീട് അവർ ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കി. എന്നിരുന്നാലും അവർ ആദ്യകാലത്ത് സ്ഥാപിച്ച വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. സൂറത്ത്, മദ്രാസ്, കൽക്കട്ട ആൻഡ് മുംബൈ. ഇതൊക്കെയാണ് സൂറത്ത്, മദ്രാസ്, കൽക്കട്ട, മുംബൈ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് വിച്ച് കൺട്രി വാസ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ് ഇൻ 1600 ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് റിലേഷൻ? ഏതൊക്കെ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്? എവിടെയാണ് സ്ഥാപിച്ചത്? ലണ്ടനിലാണ് കേട്ടോ. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. എവിടെ? ലണ്ടനിൽ. ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്? ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യക്കാരും ചൈനക്കാരുമായിട്ടുള്ള വ്യാപാരത്തിനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ലണ്ടനിൽ സ്ഥാപിതമായത്. അടുത്തത് ഫ്രഞ്ചുകാരുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 1ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ്? ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ഫോം ചെയ്തത്? എന്നാണ്? 1664. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600. വിച്ച് വാസ് ദ ലാസ്റ്റ് യൂറോപ്യൻ കൺട്രി ടു വിസിറ്റ് ഇന്ത്യ ഫോർ ട്രേഡ്? ഇന്ത്യയിൽ വ്യാപാരത്തിന് വന്ന അവസാനത്തെ യൂറോപ്യൻ ശക്തി അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യം ആരായിരുന്നു? ഫ്രഞ്ച് അല്ലേ, ഫ്രഞ്ചുകാരായിരുന്നു. 3ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ മെയിൻ ട്രേഡ് സെൻറ്റർ ഓഫ് ദി ഫ്രഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? പോണ്ടിച്ചേരി, മാഹി ആൻഡ് കാരക്കൽ. ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. Where was the French East India Company's headquarters? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? പോണ്ടിച്ചേരി. ഇത്രയേ ഉള്ളൂ കേട്ടോ അത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി? പ്ലാസി യുദ്ധം നടന്നത് എന്നാണ്? 1757. ദ പ്ലാസി വാർ വാസ് ഫോർട്ട് ബിറ്റ്വീൻ ഹൂം? ആരൊക്കെ തമ്മിലാണ് ഈ പ്ലാസി യുദ്ധം നടന്നത്?
ബ്രിട്ടീഷ് കമാൻഡർ റോബർട്ട് ക്ലൈവ് ആൻഡ് സിറാജുദ്ദൗള നവാബ് ഓഫ് ബംഗാൾ. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് കമാൻഡറായ റോബർട്ട് ക്ലൈവും തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ നവാബ് ഓഫ് ബംഗാൾ ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി. ബംഗാളിലെ ഏത് നവാബിനെയാണ് പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്? ആരെയാണ്? നമ്മൾ മുകളിൽ പറഞ്ഞതാണ്, സിറാജുദ്ദൗള. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ ബാറ്റിൽ ഓഫ് ബക്സാർ. ബക്സാർ യുദ്ധം നടന്നത് എന്നാണ്? 1764. ഹു വെയർ ദ പവർഫുൾ റൂളേഴ്സ് ഓഫ് മൈസൂർ. മൈസൂരിലെ പവർഫുൾ റൂളേഴ്സ് ആരൊക്കെയായിരുന്നു? ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ടിപ്പു സുൽത്താൻസ് അസോസിയേഷൻ വിത്ത് വിച്ച് ഫോറിൻ പവേഴ്സ് ലെഡ് ടു ദ ഇംഗ്ലീഷ് ടു ക്യാപ്ചർ മൈസൂർ. ഇംഗ്ലീഷുകാരെ മൈസൂർ കീഴടക്കാൻ പ്രേരിപ്പിച്ചത് ടിപ്പു സുൽത്താന് ഏത് ഫോറിൻ പവറുമായിട്ടുണ്ടായിരുന്ന റിലേഷനാണ്? ഏതാണ്? ഫ്രഞ്ചുകാരുമായിട്ട് അല്ലേ? ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരുമായിട്ട് ഒരു സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. അതാണ് ഇംഗ്ലീഷുകാരെ മൈസൂർ കീഴടക്കാൻ പ്രേരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഏരിയ വാസ് അക്വയർഡ് ബൈ ദ ബ്രിട്ടീഷ് അണ്ടർ ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണ. ശ്രീരംഗപട്ടണം എന്ന സന്ധി ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ ഏത് ഏരിയയാണ് അവരുടെ കൈവശമാക്കിയത്? മലബാർ അല്ലേ? ഏത് പ്രദേശമാണ്? മലബാർ പ്രദേശം. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഏരിയാസ് വാസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ ഡ്യൂറിങ് ദ മൈസൂർ വാർ. മൈസൂർ വാർ വഴി അല്ലെങ്കിൽ മൈസൂർ യുദ്ധങ്ങൾ വഴി ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തിയത് ഏതൊക്കെ പ്രദേശങ്ങളാണ്? മലബാർ ആൻഡ് കൂർഗ്. മലബാറും കൂർഗും ഈ രണ്ട് പ്രദേശങ്ങളാണ് മൈസൂർ വാർ വഴി ബ്രിട്ടീഷുകാർ അവരുടെ കൈവശമാക്കിയത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ സബ്സിഡിയറി അലയൻസ്. സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് ഏത് ഗവർണറാണ്? ലോർഡ് വെല്ലസ്ലി. വെല്ലസ്ലി പ്രഭു. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഹാസ് സൈൻഡ് ഇൻ സബ്സിഡിയറി അലയൻസ്. സബ്സിഡിയറി അലയൻസിൽ സൈൻ ചെയ്ത നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഈ 3 നാട്ടുരാജ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ദത്താവകാശ നിരോധന നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് കോളനീസ് വാസ് അനക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ് അണ്ടർ ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ദത്താവകാശ നിരോധന നിയമം വഴി ബ്രിട്ടീഷുകാർ തങ്ങളുടെ കോളനികളാക്കിയത് ഏതൊക്കെ പ്രദേശങ്ങളായിരുന്നു? സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. ഏതൊക്കെയാണ്? സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. താങ്ക് യു.